നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കേരള ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിനു തറങ്കല്ലിട്ട വർഷം 1991 മാർച്ച് 31. എന്താണ്? തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിന് തറക്കല്ലിട്ട വർഷം 1991 മാർച്ച് 31. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനൽ കമ്പനിയാണ് ഏഷ്യനെറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനൽ കമ്പനിയാണ് ഏഷ്യനെറ്റ്. തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ച വർഷം 1995. 1995 തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ബന്ദ് ഭരണഘടനാ വിരുദ്ധമെന്ന് കേരള ഹൈക്കോടതി വിധിച്ച വർഷമാണ് 1997. ബന്ദ് ഭരണഘടനാ വിരുദ്ധമെന്ന് കേരള ഹൈക്കോടതി വിധിച്ച വർഷമാണ് 1997. EMS അന്തരിച്ച തീയതി എന്നാണ്? 1998 മാർച്ച് 19. EMS അന്തരിച്ച തീയതി 1998 മാർച്ച് 19. പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി KR നാരായണൻ നിർവഹിച്ച വർഷം 1998. പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി KR നാരായണൻ നിർവഹിച്ച വർഷമാണ് 1998. 1998 മലപ്പുറത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സംരംഭമാണ് കുടുംബശ്രീ. 1998 മലപ്പുറത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സംരംഭമാണ് എന്ത്? കുടുംബശ്രീ. കല്ലുവാതുക്കൽ മദ്യദുരന്തം നടന്ന വർഷം 2000. കല്ലുവാതുക്കൽ മദ്യദുരന്തം നടന്ന വർഷം 2000. കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന വർഷം എത്രയാണ്? 2001. 2001 കടലുണ്ടി ട്രെയിൻ അപകടം നടന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി സഹഗാൾ. ഒന്ന് ശ്രദ്ധിച്ചേ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി സഹഗാൾ. പ്ലാച്ചിമട സമരം നടന്ന വർഷം 2002. പ്ലാച്ചിമട സമരം നടന്നത് 2002. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറായ സിക്കന്ദർ ഭക്ത് വിടവാങ്ങിയ വർഷം 2004. 2 ക്വസ്റ്റ്യൻസ് അവിടെ ഇരിക്കും. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ ആരാണ്? സിക്കന്ദർ ഭക്ത്. അദ്ദേഹം വിടവാങ്ങിയ വർഷമാണ് 2004. അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷം 2002 നവംബർ 18. അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷമാണ് 2002 നവംബർ 18. മുത്തങ്ങ സമരം നടന്ന വർഷം 2003. മുത്തങ്ങ സമരം നടന്ന വർഷം 2003. കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായി കേന്ദ്ര ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച വർഷം 2008. എന്താണ്? കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായി കേന്ദ്ര ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച വർഷം 2008. ചെങ്ങറ ഭൂസമരം ആരംഭിച്ച വർഷം 2007. ചെങ്ങറ ഭൂസമരം ആരംഭിച്ച വർഷം 2007. ചെങ്ങറ ഭൂസമരം അവസാനിച്ച വർഷം 2009. ചെങ്ങറ ഭൂസമരം ആരംഭിച്ചത് 2007 അവസാനിച്ചത് 2009. കേരളത്തിൽ സേവന അവകാശ നിയമം നിലവിൽ വന്ന തീയതിയാണ് 2012 നവംബർ 1. കേരളത്തിൽ സേവന അവകാശ നിയമം നിലവിൽ വന്ന തീയതി 2012 നവംബർ 1. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം എന്ന നേട്ടം കേരളം സ്വന്തമാക്കിയത് സംബന്ധിച്ച പ്രഖ്യാപനം 2016 ജനുവരി 13 ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി നടത്തിയത് എവിടെയാണ്? തിരുവനന്തപുരത്ത് വെച്ചാണ്. എന്താണ് നമ്മൾ പഠിച്ചത്? ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം ആരാണ്? കേരളമാണ്. ഈ
ഈ പ്രഖ്യാപനം, അതായത് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം, സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം എന്ന നേട്ടം കേരളം സ്വന്തമാക്കിയതുമായി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം 2016 ജനുവരി 13-ന് ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി നടത്തിയത് തിരുവനന്തപുരത്ത് വെച്ചാണ്. കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രണബ് മുഖർജി പ്രഖ്യാപിച്ച വർഷം 2016. കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രണബ് മുഖർജി പ്രഖ്യാപിച്ച വർഷം 2016. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ ആരാണ്? പി സദാശിവം. ഒന്ന് ശ്രദ്ധിച്ചേ, തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണറാണ് പി സദാശിവം. ഹരിത കേരളം മിഷൻ ആരംഭിച്ച വർഷമാണ് 2016. 2016 ഹരിത കേരളം മിഷൻ ആരംഭിച്ചത്. 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മഹാപ്രളയം നടന്ന വർഷമാണ് 2018. അത് നമുക്കെല്ലാം അറിയാം അല്ലെ. 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മഹാപ്രളയം നടന്ന വർഷമാണ് 2018. കേരള ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 2019 നവംബർ 29. ഒന്ന് ശ്രദ്ധിക്കാട്ടോ, കേരള ബാങ്ക് നിലവിൽ വന്നത് 2019 നവംബർ 29-നാണ്. 2021 15-ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്തി വീണ്ടും മുഖ്യമന്ത്രിയായ നേതാവാണ് പിണറായി വിജയൻ. 2021 15-ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്തി വീണ്ടും മുഖ്യമന്ത്രിയായ നേതാവാണ് പിണറായി വിജയൻ. 2021 തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? KK ശൈലജ. മണ്ഡലം മട്ടന്നൂർ മണ്ഡലം. 2021 തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടത് മട്ടന്നൂർ മണ്ഡലത്തിലെ KK ശൈലജയാണ്. കേരളത്തിൽ മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ മാധ്യമ പ്രവർത്തകയാണ് വീണ ജോർജ്. ഒന്ന് ശ്രദ്ധിച്ചേ, കേരളത്തിൽ മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ മാധ്യമ പ്രവർത്തകയാണ് 2021 ആ സമയത്താണ് വീണ ജോർജ് ട്ടോ. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കേരള പുരസ്കാരം. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കേരള പുരസ്കാരം. ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? MT വാസുദേവൻ നായർ. ഒന്ന് ശ്രദ്ധിച്ചേ, ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. കേരള നിയമസഭയുടെ ആകെ അംഗബലം ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഒഴിവാക്കപ്പെട്ടതിനെ തുടർന്ന് 140 വർഷം 2021. 2021 കേരള നിയമസഭയുടെ ആകെ അംഗബലം ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഒഴിവാക്കപ്പെട്ടതിനെ തുടർന്ന് 140 ആയത്. കേരള നിയമസഭയിലെ അവസാനത്തെ ആംഗ്ലോ ഇന്ത്യൻ അംഗമാണ് ജോൺ ഫെർണാണ്ടസ്. കേരള നിയമസഭയിലെ അവസാനത്തെ ആംഗ്ലോ ഇന്ത്യൻ അംഗമാരാണ്? ജോൺ ഫെർണാണ്ടസ്. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ അംഗമായതിന്റെ KM മാണിയുടെ റെക്കോർഡ് മറികടന്നതാരാണ്? ഉമ്മൻചാണ്ടിയാണ്. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ അംഗമായതിന്റെ KM മാണിയുടെ റെക്കോർഡ് മറികടന്നത് ഉമ്മൻചാണ്ടിയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലും ഈ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചത് കേരള ചരിത്രത്തെ കുറിച്ചാണ്. കേരള ചരിത്രത്തെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് അതിൽ സബ് ടോപ്പിക്കുകളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ഇന്ത്യ ചരിത്രത്തിലേക്ക് കടക്കാം. ആധുനിക ഇന്ത്യ ചരിത്രമാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ആദ്യത്തെ ടോപ്പിക് ബ്രിട്ടീഷ് ആധിപത്യം. കൊൽക്കത്തയിലെ ഇരുട്ടറ ദുരന്തം, ബ്ലാക്ക് ഹോൾ ട്രാജഡി നടന്ന വർഷമാണ് 1756. കൊൽക്കത്തയിലെ ഇരുട്ടറ ദുരന്തം അതായത് ബ്ലാക്ക് ഹോൾ ട്രാജഡി നടന്ന വർഷമാണ് 1756. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഒന്ന് ശ്രദ്ധിച്ചേ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ അടിത്തറയിട്ട യുദ്ധമാണ് 1757 പ്ലാസി യുദ്ധം. ബംഗാളിലെ പരമാധികാരമുള്ള അവസാനത്തെ നവാബാണ് സിറാജുദ്ദൗള. സിറാജുദ്ദൗളയുടെ തലസ്ഥാനമാണ് മുർഷിദാബാദ്. 1757 നടന്ന പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയതാരാണ്? റോബർട്ട് ക്ലൈവ്. 1757 നടന്ന പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് ആണ്.
ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ശ്രദ്ധിക്കാട്ടോ, ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വില്യം പിറ്റ് എൽഡർ ആണ്. എന്താണ്? റോബർട്ട് ക്ലൈവിനെ എന്തെന്ന് വിശേഷിപ്പിച്ചു? സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചത് വില്യം പിറ്റ് എൽഡർ ആണ്. ബംഗാളിൽ ദ്വിഭരണം ആരംഭിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിൽ ദ്വിഭരണം ആരംഭിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. ക്ലൈവ് ആരംഭിച്ച ദ്വിഭരണം അവസാനിപ്പിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. അപ്പൊ റോബർട്ട് ക്ലൈവ് ദ്വിഭരണം ആരംഭിച്ചു. ഈ ദ്വിഭരണം അവസാനിപ്പിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെട്ടത് ആരെയാണ്? മിർ ജാഫർ. ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെട്ടത് ആരെയാണ്? മിർ ജാഫറെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവിനെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവിനെയാണ്. ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ഫ്രഞ്ചുകാരുടെ മോഹം തകർത്ത യുദ്ധം ഏത്? വാണ്ടിവാഷ് യുദ്ധം. ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ഫ്രഞ്ചുകാരുടെ മോഹം തകർത്ത യുദ്ധമാണ് 1760 വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സേനയെ നയിച്ചതാരെ? അയർക്യൂട്ട്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സേനയെ നയിച്ചതാരെ? അയർക്യൂട്ട്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. ഒന്ന് ശ്രദ്ധിച്ചേ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധമാണ് 1764 ബക്സർ യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് 1757 പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധമാണ് 1764 ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടന്ന സമയത്ത് ബംഗാൾ ഗവർണർ ആയിരുന്നത് ഹെൻറി വാൻസിറ്റാട്ട് ആണ്. ബക്സാർ യുദ്ധം നടന്ന സമയത്ത് ബംഗാൾ ഗവർണർ ആയിരുന്നത് ഹെൻറി വാൻസിറ്റാട്ട്. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചതാണ് ഹെക്ടർ മൺറോ. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചതാരാണ്? ഹെക്ടർ മൺറോ. അടുത്തത് നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് മീററ്റ്. ശ്രദ്ധിക്കാട്ടോ, 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് മീററ്റ്. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ്? ഝാൻസി റാണി. എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി, അതായത് സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ്? ഝാൻസി റാണി. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരെന്താണ്? ധോണ്ടു പാന്ത്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരാണ് ധോണ്ടു പാന്ത്. താന്തിയ ടോപ്പിയുടെ യഥാർത്ഥ പേരെന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ. താന്തിയ ടോപ്പിയുടെ യഥാർത്ഥ പേരാണ് രാമചന്ദ്ര പാണ്ഡുരംഗ. 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? അസം. 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത ആസാമിലാണ് പ്രവർത്തനം നടത്തിയത്. കലാപകാരികളിലെ ഏറ്റവും മികച്ചതും ധീരയുമായ നേതാവ് എന്ന് ഹഗ്രോസ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ലക്ഷ്മിബായി. കലാപകാരിലെ ഏറ്റവും മികച്ചതും ധീരയായ നേതാവ് എന്ന് ഹഗ്രോസ് എന്ന് വിശേഷിപ്പിച്ചത് റാണി ലക്ഷ്മിബായി. 1857 കലാപം ഒരു സംഭവമല്ല, ഒട്ടേറെയാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? CA ബൈലി. എന്താണ്? 1857 കലാപം ഒരു സംഭവമല്ല, ഒട്ടേറെയാണ്. ഈ പ്രസ്താവന CA ബൈലിയുടേതാണ്. ഝാൻസി റാണിയുടെ ദത്തുപുത്രന്റെ പേരാണ് ദാമോദർ റാവു. ഝാൻസി റാണിയുടെ ദത്തുപുത്രന്റെ പേരാണ് ദാമോദർ റാവു. 1857 കലാപത്തിന് ബറൌട്ടിൽ നേതൃത്വം നൽകിയത് ഷാമാലാണ്. 1857 കലാപത്തിന് ബറൌട്ടിൽ നേതൃത്വം നൽകിയത് ഷാമാലാണ്. മംഗൾ പാണ്ഡെയെ എവിടെ വെച്ചാണ് തൂക്കിലേറ്റിയത്? ബാരക്പൂർ. ഒന്ന് ശ്രദ്ധിക്കാം, മംഗൾ പാണ്ഡെയെ എവിടെ വെച്ചാണ് തൂക്കിലേറ്റിയത്? ബാരക്പൂർ. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ഇമ്പോർട്ടന്റ് ആണ്. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്?
ഝാൻസി റാണിയെയാണ്. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആര്? ഝാൻസി റാണിയെ. 1857-58 വിപ്ലവ സമയത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി ഝാൻസി റാണി കോട്ടയിൽ നിന്ന് ചാടിയത് ഏത് കുതിരയുടെ പുറത്തിരുന്നാണ്? ബാദൽ. എന്താണ്? 1857-58 വിപ്ലവ സമയത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി ഝാൻസി റാണി കോട്ടയിൽ നിന്ന് ചാടിയത് ബാദൽ എന്ന കുതിരയുടെ പുറത്തിരുന്നാണ്. 1857 കലാപ സമയത്ത് ബ്രിട്ടീഷുകാരെ എതിർത്ത ജാട്ട് നേതാവാണ് ഷാമാൽ. 1857 കലാപത്തിന് ബറൌട്ടിൽ നേതൃത്വം നൽകിയതാരാണ്? ഷാമാൽ. 1857 കലാപ സമയത്ത് ബ്രിട്ടീഷുകാരെ എതിർത്ത ജാട്ട് നേതാവാണ് ഷാമാൽ. ഝാൻസി റാണി കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ്? ഗോളിയോർ. ഝാൻസി റാണി കൊല്ലപ്പെട്ടത് 1858 ജൂൺ 18 ഗോളിയോറിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത്. 1857 രോഹിൽഖണ്ഡിൽ കലാപം നയിച്ചതാരാണ്? ഖാൻ ബഹദൂർ ഖാൻ. 1857 രോഹിൽഖണ്ഡിൽ കലാപം നയിച്ചത് ഖാൻ ബഹാദൂർ ഖാൻ ആണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നാനാ സാഹിബിനാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നാനാ സാഹേബിനെയാണ്. 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആരെയാണ്? മൗലവി അഹമ്മദുള്ള. 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ളയാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിക്കപ്പെട്ട വർഷം നമുക്കെല്ലാം അറിയാം, 1857. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് 1857. മീററ്റിൽ 1857 കലാപം നയിച്ചതാരാണ്? കദം സിംഗ്. ഇമ്പോർട്ടന്റ് ആണ്. മീററ്റിൽ 1857 കലാപം നയിച്ചത് കദം സിംഗ് ആണ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റിലാണ്. ഈ മീററ്റിൽ 1857 കലാപം നയിച്ചതാണ് കദം സിംഗ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലമാണ് ആഗ്ര. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലം എവിടെ വെച്ചാണ്? ആഗ്രയിൽ വെച്ചാണ്. 1857 കലാപ സമയത്ത് ബഹദൂർ ഷായെ ശത്രുക്കൾ എവിടെ നിന്നാണ് പിടികൂടിയത്? ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നാണ്. 1857 കലാപ സമയത്ത് ബഹാദൂർ ഷായെ ശത്രുക്കൾ ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നാണ് പിടികൂടിയത്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഭരണാധികാരി നേരിട്ട് ഏറ്റെടുക്കാൻ കാരണമായ സംഭവം ഏതാണ്? 1857 കലാപമാണ്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഭരണാധികാരി നേരിട്ട് ഏറ്റെടുക്കാൻ കാരണമായ സംഭവമാണ് 1857 കലാപം. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് അസിമുള്ള ഖാൻ. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അസിമുള്ള ഖാൻ. ഏത് സംഭവത്തെ തുടർന്നാണ് വിക്ടോറിയ മഹാറാണി 1858 വിളംബരം പുറപ്പെടുവിച്ചത്? 1857 കലാപത്തെ തുടർന്നാണ്. ഇമ്പോർട്ടന്റ് ആണ്. 1857 കലാപത്തെ തുടർന്നാണ് വിക്ടോറിയ മഹാറാണി 1858 വിളംബരം പുറപ്പെടുവിച്ചത്. 1857 വിപ്ലവത്തിന് മുറാദാബാദിൽ നേതൃത്വം നൽകിയതാരാണ്? അബ്ദുൾ അലി ഖാൻ ആണ്. 1857 വിപ്ലവത്തിന് മുറാദാബാദിൽ നേതൃത്വം നൽകിയത് അബ്ദുൾ അലി ഖാൻ. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ അവധിലെ നവാബായി അവരോധിച്ച വ്യക്തിയാണ് ബുർജിസ് ഖാദർ. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ അവധിലെ നവാബായി അവരോധിച്ച വ്യക്തിയാണ് ബുർജിസ് ഖാദർ. ബ്രിട്ടീഷുകാർ 1857 കലാപകാലത്ത് ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്ത ഉറുദു കവിയാണ് മിർസ ഗാലിബ്. അതായത് ബ്രിട്ടീഷുകാർ 1857 കലാപ സമയത്ത് ഡൽഹി കൈവശപ്പെടുത്തിയ ശേഷം അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തു. അതിന് സാക്ഷിയായ പ്രശസ്ത ഉറുദു കവിയാണ് മിർസ ഗാലിബ്.
1857 കലാപകാലത്ത് വിപ്ലവകാരികൾ മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് പാസ്റ്റ് നടത്തിയപ്പോൾ പാടിയ ഹം ഹേ ഇസ്കാ മാലിക് എന്ന ഗാനം രചിച്ചതാരാണ്? അസിമുള്ള ഖാൻ ആണ്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അസിമുള്ള ഖാൻ. 1857 കലാപകാലത്ത് വിപ്ലവകാരികൾ മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് പാസ്റ്റ് നടത്തിയപ്പോൾ പാടിയ ഹം ഹേ ഇസ്കാ മാലിക് എന്ന ഗാനം രചിച്ചത് അസിമുള്ള ഖാൻ ആണ്. നാനാ സാഹിബ് 1857 കലാപകാലത്ത് എവിടെയാണ് നേതൃത്വം നൽകിയത്? കാൺപൂർ. ശ്രദ്ധിച്ചേ, നാനാ സാഹിബ് 1857 കലാപകാലത്ത് കാൺപൂരിലാണ് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ 1857 വിപ്ലവത്തിന്റെ പരാജയശേഷം എവിടേക്കാണ് നാടുകടത്തിയത്? മ്യാൻമറിലേക്കാണ്. ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ 1857 വിപ്ലവത്തിന്റെ പരാജയശേഷം 1857 വിപ്ലവത്തിന്റെ പരാജയശേഷം എവിടേക്കാണ് നാടുകടത്തിയത് ബഹദൂർ ഷായെ? മ്യാൻമറിലേക്കാണ്. ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആര്? ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ 1857 കലാപ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1857 വിപ്ലവത്തിന് ബറേലിയൻ നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. 1857 വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ ബഹാദൂർ ഖാൻ ആണ്. ഡൽഹിയിൽ 1857 കലാപത്തെ അമർച്ച ചെയ്ത ബ്രിട്ടീഷ് ഓഫീസറാണ് ജോൺ നിക്കോൾസൺ. ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹിയിൽ 1857 കലാപത്തെ അമർച്ച ചെയ്ത ബ്രിട്ടീഷ് ഓഫീസറാണ് ജോൺ നിക്കോൾസൺ. അവധിലെ ബീഗം 1857 വിപ്ലവശേഷം എവിടേക്കാണ് രക്ഷപ്പെട്ടത്? നേപ്പാളിലേക്ക്. അവധിലെ ബീഗം 1857 വിപ്ലവശേഷം നേപ്പാളിലേക്കാണ് രക്ഷപ്പെട്ടത്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ജോൺ നിക്കോൾസനെയാണ്. ഡൽഹിയിലെ 1857 കലാപത്തെ അമർച്ച ചെയ്ത ബ്രിട്ടീഷ് ഓഫീസറാണ് ജോൺ നിക്കോൾസൺ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ജോൺ നിക്കോൾസനെയാണ്. 1857 വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട ഔദിലെ ചീഫ് കമ്മീഷണറാണ് ഹെൻറി ലോറൻസ്. 1857 വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട ഔദിലെ ചീഫ് കമ്മീഷണറാണ് ഹെൻറി ലോറൻസ്. 1857 കലാപകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചതാരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ഇമ്പോർട്ടന്റ് ആണ്. 1857 കലാപകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ച ഭാരതീയ നേതാവാണ് VD സവാർക്കർ. ശ്രദ്ധിച്ച്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ച ഭാരതീയ നേതാവാണ് VD സവാർക്കർ. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കൻവർ സിംഗിനെയാണ്. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കൻവർ സിംഗിനെയാണ്. 1857 വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയത് ആരാണ്? കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. 1857 കലാപം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ആരാണ്? ജോർജ് ആൻസൺ ആണ്. 1857 കലാപം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ആരാണ്? ജോർജ് ആൻസൺ ആണ്. ഇന്ത്യ ചരിത്രത്തിലെ പ്രധാന ടോപ്പിക്കായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.